ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. അതും ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഗ്രാമ്പ് യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഗ്രാമ്പും ഉണ്ടാവും. നമ്മളൊന്ന് ജസ്റ്റ് മസാല പൊടിക്കണമെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മസാല കറി വെക്കണമെങ്കിലും നമ്മൾ ഗ്രാമ്പും ഇല്ലാതെ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഗ്രാമ്പു മസാല പൊടിക്കാൻ മാത്രമല്ല നമുക്കിത് യൂസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് പറ്റാവുന്നത് ഞാൻ മാക്സിമം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 8-9 ഗ്രാമ്പ് ഇതുപോലെ ഒരു ബോക്സിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ബോക്സ് എടുക്കുമ്പോൾ നല്ലോണം കഴുകി വെയിലത്ത് വെച്ച് നല്ലോണം ഉണക്കിയതിന് ശേഷമാണ്. ഇപ്പോൾ നല്ല വെയിലും കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് പുറത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അതിൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല. അപ്പോൾ നമ്മളൊരു 9 ഗ്രാമ്പും അതിലേക്ക് ഇട്ടിട്ട് അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ റോസ് വാട്ടർ നമുക്ക് മെഡിക്കൽ ഷോപ്പിലെല്ലാം തന്നെ അവൈലബിൾ ആണ്. 2 ടേബിൾ സ്പൂൺ ഈ ഒരു ചെറിയ കുഞ്ഞ് ടീസ്പൂണിലാണ് കേട്ടോ ഞാൻ 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 ടീസ്പൂണ് ഗ്ലിസറിൻ ഉണ്ട്. ഗ്ലിസറിന് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ്. അതും കൂടെ അതുപോലെ സെയിം ക്വാണ്ടിറ്റിയിൽ റോസ് വാട്ടർ എത്ര എടുത്തിട്ടുണ്ടോ അതേ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ ഗ്ലിസറിനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെയിം ക്വാണ്ടിറ്റിയിൽ നമ്മൾ ആലോവേര ജെല്ലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മളതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ്. അപ്പോൾ നമ്മളത് ചെറിയൊരു പിന്ന് യൂസ് ചെയ്തതുപോലെ ഒന്ന് കുത്തി കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഓയിൽ നമുക്ക് കിട്ടും. ആ ഓയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ 2 എണ്ണം എടുക്കുന്നില്ല, 1 എണ്ണം എടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് നമ്മൾ അതിനകത്തുള്ള ഓയിൽ മുഴുവനായി തന്നെ നമ്മളതിലേക്കൊന്ന് ഞെക്കിപ്പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ തന്നെ നമ്മളിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ നീര് മുഴുവനായി തന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് നല്ല പോലെ ഒന്ന് കൈകൊണ്ട് നന്നായി ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്രാമ്പു പൊടിച്ച് ചേർക്കരുത്. ഇതേപോലെ തന്നെ ഫുള്ളായി തന്നെ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഗ്രാമ്പു ഇടുന്നതിന് മുമ്പ് നല്ലോണം ഒന്ന് കഴുകി കുറച്ച് സമയം ഒന്ന് വെയിലത്ത് വെച്ചാൽ നമുക്കതൊന്ന് ഉണങ്ങി കിട്ടും. ആ നനവ് ഫുള്ളായി പോയതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ഇടാനായിട്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഇത് നമ്മൾ ബോക്സിലാക്കി നമുക്ക് കുറേ നാളൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഫേസ് സെറമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതായത് നൈറ്റ് സെറമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നൈറ്റ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല ഒരു ഗ്ലാസ് സ്കിന്നാവും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു വിൻ്റർ ആകുമ്പോൾ കൈയും കാലൊക്കെ നല്ല മൊരി വന്നിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോവാനും കൈയൊക്കെ നല്ല സോഫ്റ്റ് ആവാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. കാലിലും കയ്യിലും അതുപോലെ കൈമുട്ടിൻ്റെ അവിടെയൊക്കെ ഒരു കരകരപ്പായിട്ടൊക്കെ ഇരിക്കുമല്ലോ. ഭയങ്കര സ്കിന്ന് ഭയങ്കര തിക്കായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ കട്ടിക്ക് ഉണ്ടാവും. അതൊക്കെ സോഫ്റ്റ് ആവാനായിട്ട് ഇത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് രാത്രി സമയത്ത് കിടക്കാൻ പോകുമ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ നോർമലായിട്ട് രാവിലെ എണിച്ച് നോർമലായിട്ടുള്ള വെള്ളം യൂസ് ചെയ്ത് കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സർക്കിൾ, പിഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ നമുക്ക് വ്രിങ്കിൾസ് വരുന്നത് ഒക്കെ മാറി നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവും. അതുപോലെ നല്ല സ്കിന്ന് നല്ല ഗ്ലാസ് പോലെ ആവും കേട്ടോ. അപ്പോൾ നമുക്ക് മുഖക്കുരുവൊക്കെ വന്നിട്ടുള്ള പാടുണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ രാത്രി സമയത്ത് നമ്മൾ മുഖമെല്ലാം നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ തുടച്ച് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കിടക്കുക കേട്ടോ. മുഖത്ത് മാത്രമല്ല കയ്യിലും കാലിലൊക്കെ നമ്മുടെ കാലിൻ്റെ പാദത്തിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കുടിക്കാനായിട്ട് വെച്ചിരിക്കുന്ന വെള്ളം, ഇപ്പോൾ അത് വാട്ടർ ക്യാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതുപോലെ വെള്ളം ഫുള്ളായി എടുത്തിട്ട് അതിലൊരു 4 ഒക്കെ മതിയാവും. 4 എണ്ണം നമ്മൾ ഇതുപോലെ ഗ്രാമ്പു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലോണം കഴുകി, ഉണക്കേണ്ട ആവശ്യമില്ല, നല്ലോണം 2-3 വട്ടം കഴുകിയതിന് ശേഷം ഗ്രാമ്പു ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഷേക്ക് ചെയ്ത് ജസ്റ്റ് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു വെള്ളം നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ്. നമുക്ക് ഡൈജഷൻ പ്രോബ്ലം, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ഡൈജഷൻ്റെ പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ വായ്ക്കകത്ത് ഭയങ്കര ബാഡ് സ്മെല്ലൊക്കെ വായ്നാറ്റമൊക്കെ ഉണ്ടാവുമല്ലോ, ആ വായ്നാറ്റം നമുക്ക് കൺട്രോൾ ചെയ്യാനും ഇങ്ങനെ നമ്മൾ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ പൊതുവേ നമുക്ക് വയറ്റിനകത്ത് പോയാലും യാതൊരു പ്രശ്നമില്ല. നമ്മൾ സാധാരണ മസാല ഒക്കെ പൊടിക്കാനായിട്ടൊക്കെ നമ്മളത് ചേർക്കുന്നതാണ്. അപ്പോൾ ഇത് ഹെൽത്തിനും വളരെ നല്ലതാണ്. ഡൈജഷൻ പ്രോബ്ലം അതുപോലെ വായ്നാറ്റവും ഒഴിവാക്കാനായിട്ട് ഇത് വളരെ നല്ലൊരു ഇതാണ് കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, നമ്മൾ കുടിക്കാനായിട്ട് ഉള്ള വെള്ളത്തിൽ നമ്മൾ ഇട്ടാൽ മതി. ചിലൊരു പാത്രത്തിലൊക്കെ വെള്ളം, ചെറിയ മൺകലത്തിലൊക്കെ വെള്ളം പിടിച്ച് വെക്കാറുണ്ട് കുടിക്കാനായിട്ടുള്ള വെള്ളം. അപ്പോൾ അതിലേക്ക് ഒരു 2 ഇതുപോലെ 4-5 എണ്ണം ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ പേരയില ഉണ്ടല്ലോ, തളിര് പേരയില വലിച്ചിട്ട് അതിലേക്ക് 1 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക കേട്ടോ. വേറെ ഒന്നും കൂടുതലായിട്ടൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. 1 എണ്ണം മാത്രം നമ്മൾ ഇട്ട് കൊടുത്തിട്ട്
പക്ഷേ ഈ പേരയില നല്ലോണം ഒന്ന് കഴുകണം കേട്ടോ. നല്ലോണം ഒരു 4-5 പ്രാവശ്യം നല്ലോണം ഒന്ന് കഴുകി എടുത്തതിന് ശേഷം വേണം ഈ ഗ്രാമ്പൂ ഇട്ടിട്ട് നമ്മളത് ചവച്ച് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വായ്നാറ്റം മാറാനും അതുപോലെ വായിൽ ചിലപ്പോൾ മോണപ്പഴുപ്പ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനും വളരെ നല്ലതാണ്. പൊതുവെ പേരയില നമ്മളങ്ങനെ ചവച്ചരച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷുഗർ ലെവൽ കൺട്രോൾ ആക്കാനും ഒക്കെ പേരയിലയും ഹെൽപ്പാക്കും കേട്ടോ. ഇനി നമുക്ക് അതേപോലെ കുറച്ച് ഗ്രാമ്പു, ഞാൻ ഇപ്പോൾ അളവ് പറയുന്നില്ല, അതുപോലെ കുറച്ച് എടുത്തിട്ട് നമ്മളൊരു ഇടികല്ലിലിട്ടിട്ട് നന്നായി ഒന്ന് ഇടിച്ചെടുക്കുക. അപ്പോൾ ഗ്രാമ്പു കഴുകുക, പിന്നെ അതുപോലെ തന്നെ ഇടികല്ല് നല്ലോണം കഴുകി ഉണക്കിയെടുക്കുക. എന്നാലേ നമുക്കിത് പൊടിച്ച് കിട്ടുള്ളൂ. നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ ആക്കുമ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ ക്രഷ് ചെയ്ത് കിട്ടും. നമുക്ക് നല്ലോണം ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ പഴയ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്, നമ്മൾ അധികം യൂസ് ചെയ്യാണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു പഴയതാണ്. നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നൊന്നും ഇതിനായിട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ കർപ്പൂരമൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഒരു വലിയൊരു കർപ്പൂരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗ്രാമ്പൂ ഉണ്ടല്ലോ, അതിൻ്റെ അത് കുറച്ച് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നിർബന്ധമായിട്ട് കടുകെണ്ണ, നമുക്ക് മാർക്കറ്റിലെല്ലാം തന്നെ അവൈലബിൾ ആണ്. കുറച്ച് കടുകെണ്ണയും കൂടെ ഒഴിച്ചെടുക്കുക. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. അപ്പം നിങ്ങളിതിന് നേരിട്ട് ഇതുപോലെ അടുപ്പിൽ വെച്ച് ചൂടാക്കണമെങ്കിൽ അങ്ങനെ ചൂടാക്കാം, അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഗ്യാസ് അടുപ്പിലാണ് വെച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ചൂടായി വന്ന് ഒന്നിങ്ങനെ തിളച്ച് ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അതായത് നല്ലോണം ഒന്ന് കുറേ സമയം വെച്ച് കരിയിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ജസ്റ്റ് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ വിക്സിൻ്റെ വല്ല ടിന്ന് ഇതുപോലെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ കേട്ടോ, അതുപോലെ ടൈഗർ ബാമിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ബോട്ടിൽ കാലിയായിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതായത് ചെറിയൊരു ടിന്ന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഞാൻ വാസ്ലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, വാസ്ലിൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഈ ഒരു എണ്ണ ഉണ്ടല്ലോ, ഈ ഒരു എണ്ണ നമ്മൾ കർപ്പൂരമൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള ഈ ഒരു എണ്ണ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇളം ചൂടോടുകൂടി തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലേ ഇത് നമുക്ക് വാസ്ലിൻ കറക്റ്റായിട്ട് മിക്സായി കിട്ടുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഇത് ശരിക്കും നമുക്കൊരു വിക്സിൻ്റെ പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇത് നമുക്ക് എവിടെയെങ്കിലും ജലദോഷം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യാനും അതുപോലെ തലവേദന വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യാനും കൈയും കാലൊക്കെ വേദനയുള്ള സ്ഥലത്തൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് വിക്സ് ടൈഗർ ബാമിൻ്റെയൊക്കെ സെയിം ഗുണം നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് നാച്ചുറലായിട്ടുള്ളതുമാണ്. നമ്മളിതിലേക്ക് വേറെ ഒന്നും കെമിക്കലായിട്ട് നമ്മളൊന്നും ചേർത്തിട്ടുമില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വിക്സം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ മിക്ക കുട്ടികൾക്കും ജലദോഷവും കഫക്കെട്ടൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നെഞ്ഞിലും പുറത്തും ഒക്കെ നമുക്കിത് ധൈര്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഞാനൊരു മൺചിരാഗ് ജസ്റ്റ് എടുത്തുന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മളൊരു സവോള എടുത്തിട്ടുണ്ട്, കുഞ്ഞു സവോള കേട്ടോ. അതിനകത്തുള്ള സവോളയുടെ ഭാഗം എല്ലാം നമ്മൾ മാറ്റി ചെറിയ കുഞ്ഞു പാത്രത്തിൻ്റെ പരുവത്തിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ചെറുനാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ എടുത്താലും മതിയാവും. പിന്നെ ഞാൻ അതിലേക്ക് വേപ്പും തുളസിയും കൂടി പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അതും പിന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രാമ്പും ഉണ്ടല്ലോ, അതും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേപ്പും തുളസിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് പറിക്കുക, അതിന് വെച്ചിട്ട് നമ്മൾ നിഴലിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വെയിലത്ത് നല്ല വെയിൽ തട്ടുന്ന അവിടെ നമുക്ക് വെക്കേണ്ട. ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് തോന്നുന്നു ഉണങ്ങി കിട്ടും. എന്നിട്ട് നമ്മളിത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ കസ്തൂരി മഞ്ഞൾ അതൊക്കെ മിക്സ് ആക്കിയിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാം. അതായത് മോക്കുരു വരുന്നതൊക്കെ നമുക്ക് തടയാനായിട്ടും, മോക്കുരു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാട് പോകാനും മോക്കുരു മാറാനും, മുഖക്കുരു ഇല്ലാത്തവർക്ക് മോക്കുരു വരാതിരിക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വേപ്പും ഉണ്ട്, തുളസിയുണ്ട് കേട്ടോ. ഇനി നമ്മളിത് അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രാമ്പും കൂടിയിട്ട് എല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു ചെറിയൊരു തിരിയും കൂടെ വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഒരു ഇതുപോലെ നമ്മൾ കർപ്പൂരം ഉണ്ടല്ലോ, അത് നമ്മളിതിലേക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ആ ഒരു കടുകെണ്ണ ഉണ്ടല്ലോ, ആ എണ്ണ കുറച്ച് ബാലൻസ് ഉള്ളതിന് നമ്മളിത് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊതുക് ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി തന്നെ പോകും കേട്ടോ. ഇത് കത്തി ഈ ഗ്രാമ്പൂൻ്റെയൊക്കെ മണം നമുക്ക് വീട്ടിനകത്ത് മുഴുവനായിട്ട് നമുക്ക് കിട്ടും. വേപ്പിൻ്റെയും തുളസിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ഇതെല്ലാം കൂടി കൂടുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. വീട്ടിനകത്ത് മുഴുവനായിട്ട് ഒരു പോസിറ്റീവ് എനർജി കിട്ടാനും അതുപോലെ തന്നെ കൊതുക് ശല്യം നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാനും ഇതിൻ്റെ ഒരു മണം ശ്വസിക്കുന്നത് കൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ ആസ്മ പേഷ്യൻസും അലർജി ഉള്ളവർക്കൊന്നും യാതൊരു പ്രശ്നവും വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇത് കത്തിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ
നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഗ്രാമ്പു യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പറ്റാവുന്ന കുറച്ച് ടിപ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുള്ളായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക. അപ്പോൾ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.